പക്ഷെ മത്തായിയുടെ സുവിശേഷം 25:11-12 വചനങ്ങൾ എന്താ വചനം പറയുന്നത്? അവർ വന്ന് വിളിച്ചു, കർത്താവേ കർത്താവേ ഞങ്ങൾക്ക് തുറന്നു തരണമെന്ന് അപേക്ഷിച്ചു. 12-ാം വചനത്തിൽ പറയാം, അവൻ പ്രതിവചിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുകയില്ല. എൻ്റെ സഹോദരങ്ങളെ, ഇതാണ് ഏറ്റവും വലിയ ട്രാജഡി, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത്. കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ നിങ്ങൾ നിൽക്കുമ്പോൾ അവന്റെ നാമത്തിൽ പ്രവചിച്ച്, അവന്റെ നാമത്തിൽ പാട്ടുപാടിയ, അവനെ ആരാധിച്ച, അവന്റെ നാമത്തിൽ പ്രസംഗിച്ച നമ്മോട് കർത്താവ് പറയാ, ഞാൻ നിങ്ങളെ അറിയുകയില്ല. ഈ വിവേകശൂന്യരായ കന്യകാമാര്, അവർ കന്യകാത്തുള്ളവരാണ്, ശുദ്ധിയുള്ളവരാണ്, വിവാഹവസ്ത്രം ധരിച്ചവരാണ്, മണവാളൻ എതിരേൽക്കാൻ കാത്തിരുന്നവരാണ്. അവരോടാ പറയുന്നത്, ഞാൻ നിങ്ങളെ അറിയില്ല. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ജീവിതം കർത്താവിലായിരിക്കണം, ജീവിതം ക്രിസ്തുവിലായിരിക്കണം, ജീവിതം കർത്താവിന്റെ വചനത്തിലായിരിക്കണം, ജീവിതം പരിശുദ്ധാത്മാവിലായിരിക്കണം. ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും ഈ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ കർത്താവിനോട് ചേർന്നുകൊണ്ടുള്ള ഒരു ജീവിതം. ഈ ഉപമ പറഞ്ഞിട്ട് അത് അവസാനിപ്പിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു 25:13 ശ്രദ്ധിച്ചു വായിച്ച്, അതുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. പറഞ്ഞേ, അതുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. അതുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. നമുക്ക് നിശ്ചയിച്ചു തന്നിരിക്കുന്ന ഒരു അവസരവും നഷ്ടപ്പെടുത്തരുത്. കർത്താവിനോട് ചേർന്ന് ജീവിക്കാനുള്ള അവസരം, ആത്മരക്ഷ ഉറപ്പുവരുത്തി ജീവിക്കുവാനുള്ള അവസരം, എപ്പോഴും ഉണർവോടെ, കൃപയുടെ ആത്മാവിൽ ഉണർവോടെ, തീഷ്ണതയോടെ കത്തുന്ന ആത്മാക്കളായി, തീയുള്ള ആത്മാക്കളായി ജീവിക്കുവാൻ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുത്. പരിശുദ്ധ കുർബാനയ്ക്ക്, പരിശുദ്ധ വചനത്തിൽ, പരിശുദ്ധ കുദാശകൾ, ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ ഒത്തിരി അവസരം തരുന്നുണ്ട്. ഇതാണ് നമ്മളെ ജ്വലിപ്പിക്കുന്നത്, നമ്മളെ തീഷ്ണതയുള്ളവരാക്കുന്നത്.